നമസ്കാരം. സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഏറെ വിവാദങ്ങൾ നിറഞ്ഞ നിയമ പോരാട്ടങ്ങളിലും VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച പല സംഭവങ്ങളിലും VS എന്ന ഒറ്റയാൾ പട്ടാളം രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. ഇടമലയാർ ഐസ്ക്രീം പാർലർ പാമോയിൽ കേസുകളിലെ VSന്റെ ഇടപെടലുകൾ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏടുകളാണ്. ഇടമലയാർ അഴിമതി കേസിൽ മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുന്നതുവരെ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നതേയില്ല. പാമോയിൽ കേസ് UDF സർക്കാർ അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം VS ഉണർന്നു പ്രവർത്തിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ VSന്റെ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയമായ ചില കേസുകളുണ്ട്. അതിലൊന്നാണ് ഐസ്ക്രീം പാർലർ കേസ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസുകളിൽ ഒന്നായിരുന്നു ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്. മുസ്ലിം ലീഗ് നേതാവും അന്നത്തെ മന്ത്രിയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീന എന്ന യുവതി പരസ്യ പ്രസ്താവന നടത്തിയതോടെ കേസ് പുതിയ തലങ്ങളിലേക്കെത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐസ്ക്രീം കേസ് വലിയ കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്തു. കേരളമാകെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളുമുണ്ടായി. കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനായിരുന്നു ഐസ്ക്രീം കേസിന്റെ മുന്നണി പോരാളി. 2006 ഐസ്ക്രീം പാർലർ കേസ് സുപ്രീം കോടതി തള്ളിയെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ KA റൌഫിന്റെ വെളിപ്പെടുത്തലിലൂടെ ആ കേസ് വീണ്ടും ചർച്ചയായി. ഐസ്ക്രീം കേസ് അന്വേഷണം കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ചെന്നായിരുന്നു റൌഫിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ റൌഫിന്റെ വെളിപ്പെടുത്തലിൽ പുതിയ കേസും കൂടി രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഐസ്ക്രീം അട്ടിമറി കേസിലെ ആരോപണങ്ങൾ ശരിയല്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് സംഘം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിലെ കീഴ്ക്കോടതി വിധിക്കെതിരെ VS വീണ്ടും രംഗത്തിറങ്ങി. ഹൈക്കോടതിയിൽ പുനരന്വേഷണ ഹർജി സമർപ്പിച്ചു. പോലീസ് നടത്തിയ അന്വേഷണം പക്ഷപാതപരമാണെന്നായിരുന്നു VSന്റെ ആരോപണം. പക്ഷേ കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അടുത്ത VSന്റെ മറ്റൊരു ഇടപെടലായിരുന്നു പാമോയിൽ കേസ്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ രാഷ്ട്രീയ പതനത്തിന് കാരണമായ അഴിമതി കേസായിരുന്നു പാമോയിൽ കേസ്. സിംഗപ്പൂരിൽ നിന്ന് കൂടിയ വിലയ്ക്ക് പാമോയിൽ ഇറക്കുമതി ചെയ്തതിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നായിരുന്നു കേസ്. 1994 ക്രമക്കേട് ശരിവെച്ച് CAG ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകി. 1996 LDF സർക്കാർ സംഭവത്തിൽ വിജിലൻസ് കേസ് എടുക്കുകയും ചെയ്തു. എന്നാൽ ഭരണമാറ്റത്തോടൊപ്പം പാമോയിൽ കേസിനോടുള്ള സർക്കാരുകളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായി. 2005 ഉമ്മൻചാണ്ടി സർക്കാർ കേസ് പിൻവലിക്കാൻ സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയ VS സർക്കാർ അത് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. 2007 VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തിനെതിരെ K കരുണാകരൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. എന്നാൽ കരുണാകരൻ അന്തരിച്ചതോടെ അദ്ദേഹത്തിന്റെ അപ്പീൽ ഹർജി അസ്ഥിരപ്പെട്ടു. പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതിനെതിരെയും VS അച്യുതാനന്ദൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. ഈ വിഷയത്തിൽ VS ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ പാമോയിൽ കേസ് പിൻവലിക്കണമെന്ന് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെ കേസിൽ ആരെയും കുറ്റവിമുക്തരാക്കില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. 24 വർഷമായി പാമോയിൽ കേസിൽ അഴിമതിക്കാർക്കെതിരെ താൻ നടത്തിയ പോരാട്ടത്തിലുള്ള അംഗീകാരമായാണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്നായിരുന്നു അന്ന് VS അച്യുതാനന്ദന്റെ പ്രതികരണം. പിന്നീട് അച്യുതാനന്ദൻ ഇടപെട്ട മറ്റൊരു കേസാണ് ഇടമലയാർ കേസ്. ഇടമലയാർ അഴിമതി കേസിൽ R ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചതിന് പിന്നിലും VS അച്യുതാനന്ദന്റെ നിരന്തരമായ പോരാട്ടങ്ങളുണ്ടായിരുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശിക്ഷ ഒഴിവാക്കാനും ബാലകൃഷ്ണപിള്ള പരമാവധി ശ്രമിച്ചെങ്കിലും VS നിയമ പോരാട്ടങ്ങളിൽ ഉറച്ചുനിന്നു. ഇടമലയാറിലെ ടണൽ നിർമ്മാണത്തിൽ നടന്ന അഴിമതിയിൽ ബാലകൃഷ്ണപിള്ളയെ ഹൈക്കോടതി വെറുതെ വിട്ടെങ്കിലും VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച VS നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്തു. ഏതാണ്ട് 20 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി 1 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. പിന്നീടുണ്ടായ സൂര്യനെല്ലി കേസിലും VSന്റെ ശക്തമായ ഇടപെടലുണ്ടായി. ഏറെ വിവാദമായ സൂര്യനെല്ലി പീഡന കേസിൽ VS അച്യുതാനന്ദൻ സജീവമായി തന്നെ ഇടപെട്ടിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യന്റെ പേര് പെൺകുട്ടി മൊഴി നൽകിയിരുന്നെങ്കിലും അത് പ്രതിപട്ടികയിൽ ചേർത്തില്ലെന്ന ആരോപണങ്ങൾ VS ഉയർത്തിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ പദവി രാജിവെക്കണമെന്നും VS ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടുണ്ടായ കിളിരൂർ കേസിലും VSന്റെ ഇടപെടലുണ്ടായി. കിളിരൂർ പീഡന കേസിലും VS അച്യുതാനന്ദന്റെ ചില പ്രസ്താവനകളും ആരോപണങ്ങളും ഏറെ ചർച്ചയായിരുന്നു. കിളിരൂർ കേസിൽ ഒരു VIP ഉൾപ്പെട്ടിട്ടുണ്ടെന്ന VSന്റെ ആരോപണം അന്ന് വലിയ ചർച്ചയായിരുന്നു. കേസിൽ ഉൾപ്പെട്ട VIPകളെ പിടികൂടുമെന്നും പെൺവാണിഭക്കാരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്നും അന്ന് VS പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം കിളിരൂർ കേസിൽ അദ്ദേഹം മൗനം പാലിച്ചതും ശ്രദ്ധേയമായിരുന്നു. അത് പല പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ആ വാദം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നെങ്കിലും VIP ആരാണെന്നോ അയാളുടെ പങ്കെന്താണെന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പിന്നീട് അന്വേഷണം പോയില്ല. ഇതിനിടെ കേസ് അട്ടിമറിച്ചത് VS അച്യുതാനന്ദനാണെന്ന് ആരോപിച്ച് കിളിരൂർ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു.